എം.എ. ഷഹനാസിനെതിരെ കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടം വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അടിസ്ഥാനരഹിതമായ വാർത്തകൾ പ്രചരിപ്പിക്കുകയും തന്നെ അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നു എന്നുള്ള പരാതി DGPക്ക് കൈമാറിയത്. അതിനു തൊട്ടു പിന്നാലെയാണ് മാനനഷ്ട കേസ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ ഫയൽ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഇപ്പോഴിതാ അടുത്ത ഒരു പരാതി കൂടി ഷഹനാസിനെതിരെ വരുന്നു. എന്താണ്? ഗുരുവായൂരപ്പൻ കോളേജിൽ 2014 തനിക്ക് സിവിൽ സർവീസിൽ ഉന്നത റാങ്ക് നേടി എന്ന് കോളേജ് അധികൃതരെയും പ്രിൻസിപ്പളിനെയും തെറ്റിദ്ധരിപ്പിക്കുകയും ആ വാദം അംഗീകരിച്ചുകൊണ്ട് പ്രിൻസിപ്പളും കോളേജും ഒക്കെ വലിയ സ്വീകരണം നൽകുകയും ഫ്ലെക്സ് ബോർഡുകളൊക്കെ വെക്കുകയും ദിവസങ്ങൾക്ക് കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പളിന് ആരോ കറക്റ്റ് വിവരം നൽകി, ഇത് ഒരു സിവിൽ സർവീസ് പരീക്ഷയും എഴുതിയിട്ട് പോലുമില്ല, തട്ടിപ്പാണ്, വ്യാജമാണ് എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു പരാതി മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് പോയിരിക്കുന്നു. അഡ്വക്കേറ്റ് ജയ്സിംഗ് കുളത്തൂർ ജയ്സിംഗിൻ്റെ പരാതി മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് പോയിരിക്കുന്നു. ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ നടപടി വേണം, നിയമപരമായ നടപടി വേണം എന്നുള്ള പറഞ്ഞുകൊണ്ടുള്ള പരാതിയാണ്. ആ നിയമപരമായ നടപടി ഈ വ്യാജ IAS കേസുമായി ബന്ധപ്പെട്ട് ഷഹനാസിനെതിരെ നിയമ നടപടിയെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പരാതിയുമായിട്ട് അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരാതികൾ തുടർ നടപടികൾക്കായി പോലീസ് മേധാവിക്ക് കൈമാറിയതായിട്ടുമുള്ള സ്ഥിരീകരണങ്ങൾ വരുന്നു എന്ന് പറഞ്ഞാൽ ഷഹനാസിനെതിരെ രാഹുൽ മാങ്കൂട്ടം നൽകിയ പരാതിയിന്മേൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ വ്യാജ IAS കേസിൽ ഷഹനാസിനെതിരെ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് നൽകിയ പരാതിയിലും അന്വേഷണം ആരംഭിക്കുവാനുള്ള ഉത്തരവ് അല്ലെങ്കിൽ നടപടിക്രമങ്ങളിലേക്ക് പോലീസും അന്വേഷണ ഉദ്യോഗസ്ഥരും കടന്നിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്ന് പറഞ്ഞ ഷഹനാസല്ല, ഷഹനാസിൻ്റെ കള്ളക്കഥകളും കോഴിത്തരവും വ്യാജ IASഉം ഇപ്പോൾ അതിന് തൊട്ടു പിന്നാലെ പല കാര്യങ്ങളും ഇനി പുറത്തേക്ക് വരാനുണ്ട്. കഴിഞ്ഞ ദിവസമാണ് അന്നവനടയിലെ ഒരു കുരുന്നിൻ്റെ ചികിത്സാ സഹായ ഫണ്ടിൽ കൈയിട്ട് വാരിയ ഷഹനാസിൻ്റെ കഥ പുറത്തേക്ക് വന്നത്. ഇപ്പോഴിതാ പരാതിയായിട്ട്, ഒഫീഷ്യൽ പരാതിയായിട്ട് മുഖ്യമന്ത്രിക്ക് മുന്നിൽ പരാതി എത്തുന്നു. പരാതി ഈ അന്വേഷണം പോലീസ് മേധാവിക്ക് കൈമാറുകയും ചെയ്യുന്നു. വ്യാജ IAS കേസിൽ ഷഹനാസ് കുടുങ്ങും. ഷഹനാസ് കുടുങ്ങും. കാരണം ഇത് സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട കാര്യമാണ്, കോളേജിനെ തെറ്റിദ്ധരിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഷഹനാസ് പെടും. ഷഹനാസിനെ പെടുത്തും ഇല്ലെങ്കിൽ ഷഹനാസ് കരുതിയത് മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ വലിയ വായിൽ വർത്താനൊക്കെ പറഞ്ഞ് എനിക്ക് ആളായി ഇങ്ങനെ നടക്കാം, ഞാൻ കോടതിയിൽ പോകാത്ത കാര്യത്തോളം, അല്ലെങ്കിൽ എനിക്ക് പരാതിയില്ല, എനിക്ക് നിയമ നടപടികളുമായി മുന്നോട്ട് പോകേണ്ട എന്ന് താൻ ചിന്തിക്കുന്ന കാലത്തോളം താൻ സേഫാണ്. കാരണം കോടതിയിലെത്തുമ്പോഴാണല്ലോ തെളിവുകൾ വേണ്ടത്. കോടതിക്ക് എന്തിനും തെളിവുകളാണ്, മെറ്റീരിയൽ എവിഡൻസുകൾ വേണം, അല്ലേ? അതില്ലാത്തടത്തോളം കോടതിയിൽ ഒന്നും നിലനിൽക്കില്ല. അപ്പോൾ കോടതിയിൽ പോയിട്ടില്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ എന്തും വിളിച്ചു പറയാം, അത് തെളിവുകൾ വേണ്ട സ്വാഭാവികമായിട്ടും. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാമെന്നാണ് ഷഹനാസ് കരുതിയത്. എന്നാൽ ഷഹനാസ് അങ്ങനെ പരാതിയില്ല, നിയമ നടപടിക്കില്ല എന്ന് ഷഹനാസ് അങ്ങ് തീരുമാനിച്ചാലും ഷഹനാസിനെ കോടതി കയറ്റണം എന്നുള്ളത് ഉറപ്പിച്ച കാര്യമാണ്. അപ്പോൾ രാഹുൽ എന്താണെങ്കിലും ഒരു പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയിന്മേൽ നടപടികളിലേക്ക് കിടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. രണ്ടാമത്തെ ഇപ്പോൾ അഡ്വക്കേറ്റ് ജയ്സിംഗ് കുളത്തൂർ നൽകിയ പരാതി പോലീസിന് കൈമാറുകയും, മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷഹനാസ് എന്താണെങ്കിലും കോടതി കയറേണ്ടി വരും, വക്കീലിന് ഫീസ് കൊടുക്കേണ്ടി വരും. വാങ്ങിയതല്ലേ, ഇത്ര ദിവസം വാർത്താ സമ്മേളനം നടത്തിയിട്ട് ആ വാർത്താ സമ്മേളനം നടത്തിയതിന് അങ്ങോട്ട് പൈസ വാങ്ങുകയല്ലേ ഷഹനാസ് ചെയ്തത്. ഇനി കുറച്ച് പൈസ വക്കീലന്മാർക്ക് അങ്ങോട്ട് കൊടുക്ക് ഷഹനാസ് ഇപ്പോൾ കൊടുക്കേണ്ടി ഒന്നും വരില്ല. ഷഹനാസിനിപ്പോൾ കൊടുത്ത ആളുകൾ തന്നെ പൈസ വക്കീലിനും കൊടുക്കുമായിരിക്കും, മേ ബി, ചിലപ്പോൾ കൊടുക്കൂലായിരിക്കും. എന്താണെങ്കിലും ഇതിൻ്റെ ഈ കോടതിയും നിയമ നടപടിയും കോടതിയൊന്നും ഇല്ല പറഞ്ഞ ആൾ കോടതിയിലെത്തിയിട്ട് ചിലതൊക്കെ പറയേണ്ടി വരും, ചിലതൊക്കെ കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടി വരുമെന്നുള്ളത് തന്നെയാണ്, അല്ലേ? ഗുരുവായൂരപ്പൻ കോളേജിലെ പ്രിൻസിപ്പളിനെയും കോളേജ് അധികൃതരെയും പറ്റിക്കാൻ ഷഹനാസിന് സാധിച്ചിട്ടുണ്ടാവും, അല്ലേ? സ്വന്തം ഭർത്താവിനെയും കുഞ്ഞിനെയും പറ്റിക്കാൻ സാധിച്ചിട്ടുണ്ടാവും. ഭർത്താവും കുഞ്ഞുള്ള വ്യക്തി കാമുകനെ പറ്റിച്ചുകൊണ്ട് പ്രണയത്തിലാവാനും പറ്റിയിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. പറ്റിപ്പും വെട്ടിപ്പും മാത്രമാണല്ലോ ഷഹനാസിൻ്റെ കൈമുതൽ.
പറ്റിപ്പും വെട്ടിപ്പിനെ കുറിച്ച് ഓരോരുത്തരും പരാതികളായിട്ട് വരുന്നുണ്ട്. ആ പരാതികളിലൊക്കെ നടപടി സ്വീകരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ പറ്റിപ്പും വെട്ടിപ്പും അവിടെ നിൽക്കട്ടെ. രാഹുലിനെ പറ്റിച്ചത്, രാഹുലിനെ ഊമ്പിച്ചതിനുള്ള മറുപടി രാഹുൽ തരും. മനസ്സിലായില്ലേ? അത് ഷഹനാസ് പറയും പോലെ ഷഹനാസിന് വായിൽ തോന്നുന്നത് കോതക്ക് പാട്ട് എന്നുള്ള രീതിയിൽ എന്തും വിളിച്ച് പറയാൻ മാധ്യമങ്ങൾക്ക് മുമ്പിലല്ല ഷഹനാസിനെ രാഹുൽ മാങ്കൂട്ടം കാണാൻ പോകുന്നത്. രാഹുൽ കോടതിയിൽ. രാഹുൽ അങ്ങനെ തീരുമാനിക്കാൻ ഒരു കാരണമുണ്ട്. കാരണം മാധ്യമങ്ങൾക്ക് മുമ്പിൽ ആർക്കും എന്തും വിളിച്ച് പറയാം. ഇപ്പം തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് വേണമെങ്കിലും കാണിക്കാം. പക്ഷേ കോടതിക്ക് മുമ്പിൽ അങ്ങനെയല്ല. കോടതിക്ക് മുമ്പിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള തെളിവുകൾ വേണം. ആ തെളിവുകൾ ഹാജരാക്കുമ്പോൾ ആ തെളിവ് ആധികാരികമാണോ എന്ന് പരിശോധിക്കാനുള്ള സിസ്റ്റവും സെറ്റപ്പും കോടതിക്കുണ്ട്. അത് മാധ്യമങ്ങൾക്കില്ല. മാധ്യമങ്ങൾക്ക് ആരെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ കുരക്കണം, ആ ഒരു ബൈറ്റ് കിട്ടണം എന്നുള്ളത് മാത്രമേ മാധ്യമങ്ങൾക്കുള്ളൂ. പക്ഷെ കോടതിക്ക് അങ്ങനെയല്ല. കോടതിക്ക് ആധികാരികമായ തെളിവുകൾ വേണം. എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ ഒരു എന്താ പറയുന്നത്, ഒരു മാധ്യമം മാത്രമാണ്. ഷഹനാസിന് പറയാനുള്ളത് ജനങ്ങളിലേക്ക് എത്തിക്കുക. അത് സത്യമാണെങ്കിലും നുണയാണെങ്കിലും അടിസ്ഥാനരഹിതമാണെങ്കിലും എന്താണെങ്കിലും അവർക്ക് പ്രശ്നമില്ല. പക്ഷെ കോടതിക്ക് അങ്ങനെയല്ല. കോടതി എക്സാക്റ്റ് ഇൻ്റർമീഡിയറിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു മോഡറേറ്ററാണ്. ഒരു ഡിബേറ്റൊക്കെ നടക്കുമ്പോൾ ഒരു മോഡറേറ്റർ ഉണ്ടല്ലോ, അത് തന്നെയാണ് കോടതി. അവിടെ രണ്ട് വാദങ്ങളും കോടതി കേൾക്കും, രണ്ട് തെളിവുകളും കോടതി കേൾക്കും. എന്നിട്ട് കോടതി തീരുമാനിക്കും ഒരു കാര്യം. അതാണ് ആധികാരികത എന്ന് പറയുന്നത്. ആ ആധികാരികത ഷഹനാസ് കോടതിയിൽ തെളിയിക്കേണ്ടി വരുമെന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന പല തട്ടിപ്പും വെട്ടിപ്പ്, ഇതിപ്പോൾ തട്ടിപ്പും വെട്ടിപ്പും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കാലങ്ങളായിട്ട് തുടങ്ങിയതാണ്. എന്ന് നിന്ന് കുറച്ച് ചോദിച്ചു കഴിഞ്ഞാൽ 2012 മുതൽ തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അല്ലെങ്കിൽ രാമനാട്ടുകരയിലെ യുണീക്ക് കോളേജിൽ +2 പഠിക്കാൻ ചേർന്ന അന്ന് മുതൽ. ഇവിടെ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. എന്താണത്? ഇപ്പോൾ യുണീക്ക് കോളേജിൽ +2 ചേരാൻ ഷഹനാസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെന്താ കാരണം? സാധാരണ +2 എവിടെയാണ് പോണത്? നമ്മൾ സ്കൂളുകളിലാണ്. ഈ +2 കോളേജുകളിൽ പഠിപ്പിച്ച ഒരു കാലമുണ്ടായിരുന്നു. എന്നാണത്? അത് സ്കൂളുകളിൽ 10ാം ക്ലാസ് പാസ്സായിട്ട് വേണ്ട മാർക്കോ അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാതെ വരുമ്പോൾ സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടാതെ വരുമ്പോഴാണ് എവിടെ പോയിരുന്നത്? ഈ പാരലൽ കോളേജുകളിൽ പോയിരുന്നത്. അപ്പോൾ ഷഹനാസ് യുണീക്ക് കോളേജിലാണ് +2 പഠിച്ചത്. മേഴ്സി കോളേജിലാണ് എന്തിനു പഠിച്ചത്? ഡിഗ്രിക്ക് പഠിച്ചത്. ആ കാലം മുതലേ തുടങ്ങിയിട്ടുണ്ട്. പിന്നീട് അത് ഗുരുവായൂരപ്പൻ കോളേജിലെത്തിയപ്പോൾ IAS എന്നുള്ള രീതിയിലായി. യുണീക്ക് കോളേജിലും മേഴ്സി കോളേജിലും അല്ലറ ചില്ലറ കോയിത്തരവും പ്രേമവും ഭർത്താവ് വീട്ടിലും പ്രേമം കോളേജിലും ഒക്കെ ആയി നടന്ന ഷഹനാസ് ഗുരുവായൂരപ്പൻ കോളേജിലെത്തിയപ്പോൾ തീരുമാനിച്ചു ഒരു കാര്യം, ഇങ്ങനെയൊന്നും പോയാൽ എവിടെ എത്തൂല. ഇപ്പം എന്ത് വേണം? IAS വേണം. ഉടനടി പ്രിൻസിപ്പലിനോടും കോളേജ് അധ്യാപകരോടും പറയുന്നു, എനിക്ക് IAS കിട്ടി, സിവിൽ സർവീസിൽ ഉന്നത റാങ്ക് എനിക്ക് കിട്ടി. വാട്ട് ആൻ ഐഡിയ സർജി. ഉടനടി കോളേജ് കേട്ട പാതി കേൾക്കാതെ പാതി ഒരു സ്വീകരണവും മധുര വിതരണവും മധുരം പങ്കുവെക്കലും ഒക്കെ. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് കോളേജിന് ബോധ്യമാകുന്നത് ഇത് വ്യാജമാണെന്ന്. അപ്പോൾ അതിലാണ് അഡ്വക്കേറ്റ് ജയ്സിംഗ് കുളത്തൂർ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരാതി പോലീസിന് കൈമാറിയതായിട്ടും സ്ഥിരീകരണങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഷഹനാസെ, നിന്നെ പൂട്ടും. കാരണം നീ കാണിച്ചത് തന്തയില്ലായ്മത്തരം. തന്തയില്ലായ്മത്തരം എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാം തരം തന്തയില്ലായ്മത്തരം. നിനക്ക് നീ പറയുന്ന 2020 നിനക്ക് ദുരനുഭവം ഉണ്ടായി എന്ന് പറയുന്ന ഷഹനാസ്, ഒരു സെക്കൻഡ് രാഹുലിനെ ബ്ലോക്ക് ചെയ്യാമായിരുന്നല്ലോ, അല്ലെങ്കിൽ അന്ന് ഇത് വിളിച്ചു പറയാമായിരുന്നല്ലോ, അല്ലെങ്കിൽ അന്നൊരു പരാതി കൊടുക്കാമായിരുന്നല്ലോ. ഇനി ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ആ ഒരു ദുരനുഭവം ഉള്ളത് കൊണ്ട് ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന്, ഇനി ആ വ്യക്തിയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് മാറി നിന്നോന്നല്ലല്ലോ ഷഹനാസ്. അത് കഴിഞ്ഞിട്ട് ഷഹനാസ് രാഹുലിനെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്നേഹവും ഒക്കെ കാണിച്ചങ്ങോട്ട് വീർപ്പ് മുട്ടിക്കുകയായിരുന്നു. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. രാഹുലിന് ഉപദേശം എന്താ? ഉപദേശം, നീ പാലക്കാട് മത്സരിക്കണം. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയപ്പോൾ രാഹുലിന് ഉപദേശം എന്താ? ഉപദേശം, നീ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകൾ നടത്തണം. പിന്നെ പാലക്കാട്ട് വിജയിച്ച് കയറിയപ്പോൾ
ഞാൻ പറഞ്ഞതനുസരിച്ച് പാലക്കാട്ട് മത്സരിച്ച എൻ്റെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു. വലിയ ആഹ്ലാദ പ്രകടനം, ആനന്ദ നൃത്തമാടുന്ന ആഹ്ലാദിക്കുന്ന ഷഹനാസിനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ എപ്പോഴായിരുന്നു? 2020 മുമ്പായിരുന്നോ? അല്ല. 2019, 18, 17, 16 ആയിരുന്നോ? അല്ല. പിന്നെ എപ്പോഴാ? 2021, 22, 23, 24, 25. ഈവൻ 2025 ജൂണിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ ചെന്ന് രാഹുലിനെ അന്വേഷിച്ച് നടക്കുന്നു. അപ്പോൾ രാഹുലിനെ കാണാൻ വേണ്ടി നിലമ്പൂർ പോയ ഷഹനാസ് കരുതി രാഹുൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലുണ്ടാവും. അവിടെ ചെന്നു. രാഹുൽ മാങ്കൂട്ടമുണ്ടോ? ഇല്ല. നേരെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് മുന്നിലൊരു ചായക്കട, അവിടെ പോകുന്നു. അവിടെ രാഹുലിനെ കാണുന്നു. രാഹുൽ മാത്രമല്ല, ഒരുപാട് നേതാക്കൾ രാഹുലുമായിട്ട് വലിയ നിർദ്ദേശങ്ങൾ, വലിയ ചർച്ചകൾ നടത്തുന്നു. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത്, ഷഹനാസെ, നീ നിൻ്റെ ഭർത്താവിനെയും നിൻ്റെ കുഞ്ഞിനെയും ഇത്താത്തയുടെ കുഞ്ഞാണെന്ന് പറഞ്ഞ് പറ്റിച്ചതുപോലെ രാഹുലിനെയും പറ്റിക്കുകയായിരുന്നില്ലേ? IAS കിട്ടിയെന്ന് ഗുരുവായൂരപ്പൻ കോളേജിലെ പ്രിൻസിപ്പലിനെ അടക്കം പറ്റിച്ചതുപോലെ നീ രാഹുലിനെ പറ്റിക്കുകയായിരുന്നില്ലേ? എല്ലാ അർത്ഥത്തിലും പറ്റിപ്പും വെട്ടിപ്പും മാത്രമാണ് നിൻ്റെ കയ്യിൽ, കോഴിത്തരവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഭർത്താവും കുഞ്ഞും വീട്ടിലിരിക്കുന്നു, മേഴ്സി കോളേജിൽ വന്നുകൊണ്ട് സഹപാഠിയുമായിട്ട് പ്രണയത്തിലാവുന്നു. വാ 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 ഇതിന് കോഴിത്തരം എന്നല്ലാണ്ട് പിന്നെന്താ പറയേണ്ടത്? അല്ലേ? ഇതിനല്ലേ നമ്മൾ കോഴിത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഷഹനാസ് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടമാണോ കോഴി, അതോ രാഹുൽ മാങ്കൂട്ടത്തിലെ കോഴി എന്ന് വിളിച്ച പിടക്കോഴിയായ ഷഹനാസാണോ കോഴി? ആരാണ് കോഴി? അപ്പോൾ എന്താണെങ്കിലും ഷഹനാസ് അങ്ങനെ കോടതിക്ക് മുന്നിലോ നിയമത്തിന് മുന്നിലോ ഒന്നും വരാതെ ഞാൻ മാധ്യമങ്ങളിലൂടെ മാത്രം നല്ല വെല്ലുവിളി നടത്തും എന്ന് കരുതി ഷഹനാസ് പോകാമെന്ന് കരുതിയാൽ ഇല്ല. ഷഹനാസെ, 2 പരാതിയായിട്ടുണ്ട്. ഒന്ന് രാഹുൽ നൽകിയ പരാതി, മറ്റൊന്ന് ഇപ്പോൾ ഈ IAS കേസിൽ IAS കിട്ടി എന്ന് പറഞ്ഞ് കോളേജിനെ അടക്കം കബളിപ്പിച്ച കേസിൽ അഡ്വക്കേറ്റ് ജയ്സിംഗ് കുളത്തൂരിൻ്റെ പരാതിയിൽ, മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലുള്ള കേസും രണ്ടാമത്തെ എണ്ണം 2 ആയിട്ടുണ്ട്. പത്രസമ്മേളനം നടത്തിയിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. 2 കേസ് നിലവിൽ വന്നിട്ടുണ്ട്. ദിവസങ്ങൾ പോകുന്തോറും വരും പരാതികൾ വന്നുകൊണ്ടേയിരിക്കും. മേ ബി ഇനി അടുത്തത് അന്നമനടയിലെ ആ കുഞ്ഞിൻ്റെ ചികിത്സാ ഫണ്ടിൽ കൈയിട്ട് വാരിയതിലുള്ള പരാതിയായിരിക്കും അടുത്തത് വരാനുണ്ടാവുക. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തത് വരാനുണ്ട്. ഒന്ന് ഓൺ ദ വേലാണ്. അത് ചില കാര്യങ്ങൾ അതിൽ ഒരു തീരുമാനമാകാനുണ്ട്. ആ കാര്യങ്ങൾ തീരുമാനമായാൽ അത് ഞാൻ അടുത്തത് നിങ്ങളോട് പറയാം. എന്ന് പറഞ്ഞാൽ നമ്മളറിയുന്ന ഷഹനാസ് നല്ല 1-ാം തരം കോഴിയാണ്, 1-ാം തരം പറ്റിപ്പുകാരിയാണ്, 1-ാം തരം വെട്ടിപ്പുകാരിയാണ്, എല്ലാമാണ് എന്നുള്ള കാര്യം തന്നെയാണ്.